നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയറം 6.16 ആണ്. സപ്പോസ് സി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. Summation Cn converges and sequence Sn is a sequence of distinct points in open AB and alpha of x equal to summation n equal to 1 to infinity Cn into I of x minus Sn. Let f be continuous and closed AB. Then integral a to b f d alpha equal to summation n equal to 1 to infinity Cn into f of Sn. അതായത് നമുക്ക് സി എൻ തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സമ്മേഷൻ സി എൻ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും ഫോർ ഓൾ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അതുപോലെ എസ് എൻ എന്ന് പറയുന്നത് ഓപ്പൺ എ ബിയിലെ ഒരു സീക്വൻസ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റുകളാണ്. ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ആയിട്ട് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ എന്നാണ്. അപ്പോൾ അവർ തന്ന കാര്യമാണ് ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ എന്ന് പറയുന്നത്. സി എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതും അവർ തന്നിട്ടുണ്ട്. ഇനി ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 0 ഇഫ് എക്സ് മൈനസ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 1 if x minus sn greater than 0. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പ്രകാരമാണ് നമ്മളിവിടെ ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് നമുക്ക് സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ ആണെന്ന് പറയും ഫോർ ഓൾ എൻ. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ ഈ രണ്ട് സൈഡിലും സമ്മേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് പറയും? സമ്മേഷൻ സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ സി എൻ ആണെന്ന് പറയാം. ഈ സമ്മേഷൻ സി എൻ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട് നമ്മുടെ തിയറത്തിനകത്ത്. അതുകൊണ്ട് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇതും ഈ സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ സമ്മേഷൻ ഉണ്ട്, സമ്മേഷൻ സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആയിരിക്കും. എന്താ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഈ സമ്മേഷൻ എ എൻ ബി എ സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് ടേംസ്, ദെൻ സമ്മേഷൻ എ എൻ കൺവേർജസ് ഇഫ് ദർ ഈസ് എ കൺവേർജൻ സീരീസ് സമ്മേഷൻ സി എൻ വിത്ത് എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. അപ്പോൾ ഇവിടെ ഇതിനേക്കാളും നമ്മുടെ സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്നേക്കാളും വലുതായിട്ടൊരു സി എൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഇസ് കൺവേർജൻ്റ് ആണ്. ആ സമ്മേഷൻ സി എൻ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? സമ്മേഷൻ സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്ന് പറയുന്നത് കമ്പാരിസൺ ടെസ്റ്റ് വഴി കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് അവരിവിടെ എഴുതിയിരിക്കുന്നത്. ബൈ കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ ആൽഫ ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ ഈ സമ്മേഷന് ഇതിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്താണ്? കൺവേർജൻ്റ് ആണ്, സോ വെൽ ഡിഫൈൻഡ് ആണ്. ഈ ആൽഫ എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിരിക്കും ക്ലോസ്ഡ് എ ബിയിൽ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഓഫ് എനെയും ആൽഫ ഓഫ് ബിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെന്ത് ചെയ്താൽ മതി? ആൽഫ ഓഫ് എക്സ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ആണെങ്കിൽ അവിടെ എക്സിന് പകരം എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഓഫ് എ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എ മൈനസ് എസ് എന്ന് കിട്ടും. ഇനി നമ്മളൊരു ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്യാണ്, ഇത് എ ഇത് ബി എന്ന് പറയുന്നത്. ഈ എസ് എൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ എ ബിയിലാണ്. അങ്ങനെയാണ് ഇതായിരിക്കും S1 S2 അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനേക്കാളും വലുതായിരിക്കും എന്ത്? S1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾ എസ് എൻസ് ആർ ഗ്രേറ്റർ ദാൻ എ ആൻഡ് ഓൾ എസ് എൻസ് ആർ ലെസ് ദാൻ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഐ ഓഫ് എ മൈനസ് എസ് എൻ എന്ന് പറയുന്നത് ഈ എ മൈനസ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയാൻ പറ്റില്ല, നമുക്ക് ലെസ് ദാൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഓഫ് എ മൈനസ് എസ് എൻ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഇതെന്ത് വരും? 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എസ് എൻ ആയതുകൊണ്ട് ബി മൈനസ് എസ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഐ ഓഫ് ബി മൈനസ് എസ് എൻ എന്തായിരിക്കും? ഈക്വൽ ടു 1, കാരണം സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് സി എൻ ഇൻറ്റു ഐ ഓഫ് എ മൈനസ് എസ് എൻ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു 0 എന്ന് കൊടുക്കാം. ദിസ് വിൽ ഗീവ്സ് 0. അതുപോലെ തന്നെ ആൽഫ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് ബി മൈനസ് എസ് എൻ ആയിരിക്കും. അതെന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞു
ഇതിൻ്റെ വാല്യൂ ഐ ഓഫ് ബി മൈനസ് എസ് എൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ദിസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ വരും. ഇനി സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. നമ്മൾ തിയറത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു എപ്സിലൺ ഗിവൺ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 അവിടെ എക്സിസ്റ്റ് ചെയ്യും. വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റീജർ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് സമ്മേഷൻ സ്മോൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇസ് ലെസ് ദാൻ എപ്സിലൺ. ഇത് കൺവേർജൻസിൻ്റെ ഡെഫിനേഷനാണ്. ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷമുള്ള എല്ലാ സ്മോൾ എന്നുകൾക്കും ഈ സമ്മേഷൻ സി എൻ എന്ന് പറയുന്നത് എപ്സിലണിനേക്കാളും ചെറുതായിരിക്കും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ആൽഫ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരുന്നു. അവിടെ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ആയിട്ടായിരുന്നു. ഈ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് സമ്മേഷൻ n ടു ഇൻഫിനിറ്റി എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെ വൺ ടു ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൽഫ 1 ഓഫ് എക്സും ആൽഫ 2 ഓഫ് എക്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൽഫ 1 ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ എന്നും ആൽഫ 2 ഓഫ് എക്സിന് സമ്മേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ എന്നും വരും. അങ്ങനെയാണെങ്കിൽ ആൽഫ ഓഫ് എക്സ് നമുക്കറിയാം സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ ആയിരുന്നു. ഇതിനെ ഞാൻ ഈ സമ്മിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എൻ പ്ലസ് എക്സ് മൈനസ് എസ് എൻ കേട്ടോ. സമ്മേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എൻ എന്ന് വരും. ഇതിനെ ആൽഫ 1 ഓഫ് എക്സ് പ്ലസ് ആൽഫ 2 ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വിളിച്ചു. അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത പ്രകാരം ആൽഫ 1 ഓഫ് എക്സ് എന്നും ആൽഫ 2 ഓഫ് എക്സ് എന്നും വിളിച്ചു. ഇനി ഈ ആൽഫ 1ഉം ആൽഫ 2 എന്തായിരിക്കും, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ് ക്ലോസ്ഡ് എ ബിയിൽ. എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എസ് എൻ എന്ന് പറഞ്ഞ പോയിന്റിൽ എസ് എൻ ബിലോങ്സ് ടു ഓപ്പൺ എ ബിയിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓരോ പോയിന്റ് എസ് എന്നിലും ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫേനെ, ഇപ്പോൾ ഈ ആൽഫേനെ ഞാൻ ആൽഫ ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറഞ്ഞ ടേംസിലാണ് ഇവിടെ നമ്മൾ എഴുതിയത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫേനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് എഴുതാം. നമ്മുടെ പ്രോപ്പർട്ടി ഇത് പ്രകാരമാണ് 6.12 പ്രോപ്പർട്ടി പ്രകാരം, 6th പ്രോപ്പർട്ടി പ്രകാരം ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അതിലുള്ള ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 ഈ റൈറ്റ് സൈഡിൽ കിടന്നിരുന്ന സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇൻ്റഗ്രലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമുകളെ ആയിരിക്കും നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സീക്വൽ ടു എന്ത് വരും, ഈ ആൽഫ 1 പകരം നമ്മൾ നേരത്തെ കണ്ടുവച്ച ആൽഫ 1ൻ്റെ വാല്യൂ എന്തായിരുന്നു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഓഫ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്ന് കിട്ടും. ഈ സമ്മേഷനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി സി എൻ ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, ഈ സി എന്നെയും പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ഇൻറ്റു ഐ ഓഫ് എക്സ് മൈനസ് എസ് എന്ന് കിട്ടും. ഇനി ഇത് നമ്മുടെ തിയറം 6.15 പ്രകാരം എഫ് ഓഫ് എസ് എന്നോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് എഴുതാം, തിയറം 6.15 പ്രകാരം. നെക്സ്റ്റ് നമ്മൾ ആൽഫ 2 ഓഫ് ബിയും ആൽഫ 2 ഓഫ് എയും കണ്ടുപിടിക്കുകയാണ്. ഇതെന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വഴിയെ മനസ്സിലാവും. എന്ത് വരും, ആൽഫ 2 ഓഫ് ബി, ആൽഫ 2 ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എക്സിന് പകരം ബി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, സമ്മേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് ബി മൈനസ് എസ് എൻ മൈനസ് ആൽഫ 2 ഓഫ് എക്ക് പകരം എന്ത് കൊടുക്കാം, സമ്മേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ N പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു ഐ ഓഫ് എ മൈനസ് എസ് എന്നും വരും. ഇനി
ഈ ഐ ഓഫ് ബി മൈനസ് എസ് എൻ എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. അതേപോലെ തന്നെ ഐ ഓഫ് എ മൈനസ് എസ് എൻ എന്ന് പറയുന്നത് 0 ആണെന്നും കണ്ടുവച്ചിരുന്നു. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു 1 എന്നും മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു 0 എന്നും കിട്ടി. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? സമ്മേഷൻ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ എന്ന് പറയുന്നത് സി എൻ എന്ന് കിട്ടും. ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ. നമ്മുടെ ഇക്വേഷൻ 1 പ്രകാരം ഇവിടെയുള്ള നമ്മുടെ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ പ്ലസ് 1 ടു ഇൻഫിനിറ്റി സി എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ആണെന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ തിയറം 6.13 പ്രോപ്പർട്ടി നമ്പർ 2 പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഡി ആൽഫ 2 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ക്യാപിറ്റൽ എമ്മിന് ഞാൻ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മോഡ് എഫിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആൽഫ 2ൻ്റെ ടേംസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ഇൻറ്റു ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ആൽഫ 2 ഓഫ് ബി മൈനസ് ആൽഫ 2 ഓഫ് എ. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ ആൽഫ 2 ഓഫ് ബി മൈനസ് ആൽഫ 2 ഓഫ് എ കണ്ടുവച്ചു. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളവിടെ കണ്ടുവച്ചിരുന്നത്. അപ്പോൾ എന്ത് വരും? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ആണെന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ എം എപ്സിലൺ ആണെന്ന് പറയാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫേനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് എഴുതാം അല്ലേ? കാരണം ആൽഫ എന്ന് പറയുന്നത് ആൽഫ 1 പ്ലസ് ആൽഫ 2 ആണെന്ന് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത പ്രോപ്പർട്ടി നമ്പർ 6 തിയറം 6.12 പ്രോപ്പർട്ടി നമ്പർ 6 പ്രകാരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാണ്? ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് മോഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? മോഡ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 2 ആയിട്ട് വരും. ആൻഡ് ദിസ് വാല്യൂ ഇസ് ലെസ് ദാൻ എം എപ്സിലൺ ആണെന്ന് ഈ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് ഇതിന് പകരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ 1 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മോഡ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ വരും, വിച്ച് ഈസ് ലെസ് ദാൻ എം എപ്സിലൺ. കാരണം എന്താ ഇവിടെ നമ്മൾ ലെസ് ദാൻ എം എപ്സിലൺ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഫ്രം എ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ മുമ്പ് മാർക്ക് ചെയ്ത് വെച്ച ഇക്വേഷനിൽ നിന്നായിരുന്നു. ഇനി എന്ത് ചെയ്യാണ്? ഈ എന്നിനെ നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെയുള്ള സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ വരെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതിന് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ? ഇൻ്റഗ്രൽ എ ടു ബി മോഡ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ ഇസ് ലെസ് ദാൻ എം എപ്സിലൺ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ശരിക്കും പറയുന്നത്? ഈ എപ്സിലൺ എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. അത് നമുക്ക് എത്ര ചെറുതാക്കാനായാലും പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ എന്ന് വരും അല്ലേ? ഇതിനെ എന്നിലോട്ട് ടെൻഡ് ചെയ്യുക. ഈ സം എന്താ വരാം? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് കിട്ടും. ദിസ് ഈക്വൽ ടു എന്താണ് നമുക്കിവിടെ? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്? അത് നമുക്കിവിടെ കിട്ടി. നമ്മൾ ആ ലിമിറ്റിൻ്റെ അല്ലെങ്കിൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ കൺവേർജൻസ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇൻ്റഗ്രൽ എ ടു ബി
എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എഫ് ഓഫ് എസ് എൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ.